ജാസ്മിൻ ജാഫർ എന്ന തലക്കെട്ടോട് കൂടി എന്ത് വീഡിയോ ആരെവിടെ അപ്ലോഡ് ചെയ്താലും അതിന്റെ ഒക്കെ താഴെ വരുന്ന കോമൺ ആയി കാണുന്ന ഒരു കൊമന്റ് ആണ്, ഓ അവളെ വെളുപ്പിക്കാൻ വന്നേക്കുമായിരിക്കും അല്ലേ. എന്റെ വീഡിയോയുടെയൊക്കെ താഴെയും വരാറുണ്ട്, കുറച്ച് കമന്റ്സ് അങ്ങനെ വരാറുണ്ട്. അതിനൊക്കെ ഒരു ആൻസർ എന്നോണം പറയാണ്. എനിക്ക് വ്യക്തിപരമായി ജാസ്മിന് ഞാൻ ഒരിക്കലും കണ്ടിട്ട് പോലുമില്ല, ജാസ്മിനെ അറിയില്ല, ജാസ്മിനെ തിരിച്ച് ഒട്ടും അറിയില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്നൊരു ചോദ്യം വന്നാൽ അതിന് പറയാനുള്ളത്, ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ ആദ്യത്തെ 1, 2, 3 ആഴ്ചകളിൽ ഇപ്പോ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരു ഇഷ്ടക്കേട് എനിക്കും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് ചില കാര്യങ്ങളിൽ. റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെയും പ്രേക്ഷകരെയും ഒരു മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണോ റിയൽ ആണോ ഒന്നും നമുക്കറിയില്ല. 2, പേഴ്സണൽ ഹൈജീൻ, അത് ഓരോരുത്തരുടെ രീതികളാണ്. അപ്പം ഈ കുറെ കാര്യങ്ങൾ വെച്ച് എനിക്കും ഇഷ്ടക്കേടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ ഒരു 2-3 ആഴ്ചകളൊക്കെ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ചിന്തിച്ചപ്പോൾ, ശരിക്കും പറഞ്ഞ ഒരു ഹ്യൂമാനിറ്റിയോട് കൂടി ചിന്തിച്ചപ്പോൾ, ഈ പറഞ്ഞ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ ഹ്യൂമാനിറ്റി ഉണ്ട്. അവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അല്ല ജാസ്മിനെതിരെ. അപ്പോ ഈ റിവ്യൂ ചെയ്യുന്ന ആളുകൾ ഒന്നും മനഃപൂർവ്വം ജാസ്മിന് കൊടുക്കുന്ന ഒരു ബുള്ളിങ് ഒന്നും അല്ല, പുള്ളിക്കാരത്തിന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്സ് ചൂണ്ടിക്കാണിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിച്ചപ്പോ ബിബി ഹൗസിൽ നിന്നും അവൾ പുറത്തേക്ക് ഇറങ്ങി ഈ ലോകത്തെ ഫേസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതായത് ബിബി ഹൗസിൽ ആദ്യത്തെ 1-2 ആഴ്ചകൾ ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ ബിബി ഹൗസ് അല്ല എന്റെ ലോകം, ഇതിനപ്പുറത്തേക്ക് വിശാലമായ ഒരു ലോകം എന്നെ കാത്തിരിപ്പുണ്ട്. ഉറപ്പായും ഈ വിശാലമായ ലോകം എന്ന് അവൾ പറഞ്ഞത് അവളുടെ അച്ഛനെയും അമ്മയും അനിയനെയും അവളുടെ ഫിയാൻസെയും അവളുടെ ഫ്രണ്ട് സർക്കിളിനെയും ഒക്കെ ചേർത്തിട്ടാണ് ഈ വിശാലമായ ലോകം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായ ലോകത്തിന്റെ ഏത് മൂലയിലേക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് ഓടിച്ചെല്ലാം, അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസ്, അതാണ് നമ്മുടെ ലോകം. അപ്പോൾ അവൾ പറഞ്ഞ ആ വിശാലമായ ലോകവും അവളുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കുറെ ആളുകളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പം ഈ ബിബി ഹൗസിൽ നിന്ന് ഇവളെ ഈ വിശാലമായ ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ അവളെ കാത്ത് 3 വ്യക്തികളല്ലാതെ, അതായത് അവളുടെ അച്ഛനും അമ്മയും അനിയനും അല്ലാതെ മറ്റാരും ഇല്ല എന്നറിയുന്ന ഒരു മൊമെന്റിൽ ആ മൊമെന്റിനെ അവൾ എങ്ങനെ ഫേസ് ചെയ്യും, ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പെൺകുട്ടി, അതൊരു ഹ്യൂമൻ അല്ലേ, ഒരു ഹ്യൂമാനിറ്റി അവൾക്ക് വേണ്ടി കൊടുക്കാമല്ലോ എന്ന് തോന്നുന്നത് കൊണ്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്.